വധിച്ചാൽ നിങ്ങൾ മരിച്ചു പോകില്ലേ? മറിച്ച് നാം നിങ്ങളെ എല്ലാവരെയും രക്തശാലികളാക്കി തീർക്കും. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യാനായി നിങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് തിരികെ പോകണം. എന്നിട്ട് അവരെ എല്ലാവരെയും മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അവരെ കടിച്ച് നിങ്ങളെപ്പോലെ ആക്കുകയും വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല ഇല്ല, അതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ ഒരു പാപം ഒരിക്കലും ചെയ്യില്ല. ഔഷധച്ചെടി, അവരെ വേഗം ഗുഹയുടെ മുൻപിലേക്ക് കൊണ്ടുവരൂ. ആദ്യം യജ്ഞം നടത്തി നാം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. അതിനുശേഷം ആകാശത്തിന്റെ ഒത്ത നടുക്ക് ചന്ദ്രൻ ഉദിക്കുന്നതാണ്. അപ്പോൾ നാം ഇവരെ ശക്തിശാലികളാക്കി സ്വതന്ത്രരാക്കുന്നതാണ്. ഏയ് ജോഡില, അപ്പോൾ ബാക്കി രണ്ടുപേരോ? അവരെ തടഞ്ഞു നിർത്തിക്കൊള്ളൂ. അവരെ നമുക്ക് മറ്റൊരു കാര്യത്തിന് പ്രയോജനപ്പെടും. ഒരാളെ കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, നദിയുടെ തീരത്തുള്ള ഗുഹയിൽ നിന്ന് പൂജയ്ക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവര് വന്നില്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നിൽക്കൂ, അവരിപ്പോൾ പോയതല്ലേ ഉള്ളൂ. ഇത്രയും ദൂരം പോയി വരാൻ സമയമെടുക്കുമല്ലോ. ആ, അതുപോലെ പൂജയ്ക്കുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നതിന് സമയമെടുക്കുമല്ലോ. അവൻ പറഞ്ഞത് ശരിയാണല്ലോ. ഇതെന്താണ്? നമ്മുടെ അധികാരി പൂർണ്ണമായും ചിന്തയുടെ സാഗരത്തിൽ മുഴുകിയിരിക്കുകയാണല്ലോ. പാടില്ല, ഇദ്ദേഹത്തെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരണം. എന്താണിത്? ഇവൻ സാഗരത്തിലൊന്നുമല്ല, വിചാരങ്ങളുടെ മഹാസാഗരത്തിലാണ് മുഴുകിയത്. വഴിയുണ്ട്. ദേവദത്ത, ദേവദത്ത. നാം നിന്നെ ഞെട്ടിച്ചത് കണ്ടില്ലേ? എന്താ, നീ നിന്റെ സ്വപ്നങ്ങളിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുകയായിരുന്നല്ലേ? ഇനി ഇങ്ങനെ തനിച്ചു മാറിയിരുന്നാൽ കാര്യം നടക്കില്ല. നീ സമ്മതിച്ചേ പറ്റൂ. നീ ആ രാജകുമാരിയെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നതെന്ന്. അല്ല, അതല്ല നാം ചിന്തിച്ചത്. ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ഓരോ സംഭവങ്ങൾ നടക്കുന്നു. എന്ത് സംഭവമാണ്? ഇപ്പോൾ രൂപനഗരത്തിലെ ജനങ്ങളെ കണ്ടുമുട്ടാനിടയായ സാഹചര്യം. അതിനുശേഷം കാഴ്ചയിൽ നീ ഒരു മോഷ്ടാവല്ല, മറിച്ചൊരു കൊള്ളക്കാരൻ തന്നെയാ. ഇവിടേക്ക് വരരുത് പുത്ര, ഇവിടെ നിന്ന് ഓടിപ്പോകൂ. പിതാശ്രീ! അതുപോലെ ഒടുവിലായി വിക്രമദേവന്റെ കഴുത്തിൽ കിടന്ന ഈ ഹാരം. ഇത്തരം സംഭവങ്ങളെല്ലാം സ്വാഭാവികമായി നടക്കുന്നതാണോ, അതോ ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാൻ കാരണമുണ്ടോ?
പരസ്പരം ബന്ധിക്കുന്നുവെന്നോ? അതാരാണ് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതാരാവാനും സാധ്യതയുണ്ട്. രാജാവോ, രാജാവിന്റെ ആളുകളോ, കൊട്ടാരത്തിൽ നിന്നുള്ള മറ്റുള്ളവരോ? അത് തന്നെയാണ് നമുക്കറിയേണ്ടത്. നമുക്കെതിരെ ആരോ ഗൂഢാലോചന തയ്യാറാക്കുന്നുണ്ടോ